ഓക്കെ, നന്ദുഷ കൂടി എന്നോടൊപ്പം ചേരുന്നു. നന്ദുഷ, ഈ കാര്യത്തിൽ CWC എന്തൊക്കെ വളരെ സോളിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതിനകം തന്നെ പോലീസിന് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. CWC ചെയർമാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചതിനെ കുറിച്ച് പറയുന്നത്, വിശദാംശങ്ങളെ കുറിച്ച്? നിഷാദ്, ഈ സംഭവം പുറത്തു വരുന്നതിനകത്ത് CWCയുടെ പങ്ക് വളരെ വലുതാണ്. കാരണം ഒരു സന്നദ്ധ സംഘടന അവരുടെ ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ദിവസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിലെ വിവിധ മേഖലകളിൽ ഒരു സന്ദർശനം നടത്തുകയുണ്ടായി. ഈ സന്ദർശനത്തിലാണ് ഈ പെൺകുട്ടി സ്വമേധയാ വന്ന് ഈ സന്നദ്ധ പ്രവർത്തകരോട് അറിയിക്കുകയായിരുന്നു, എനിക്കൊരു വിവരം നിങ്ങളോട് പറയാനുണ്ട് എന്ന തരത്തിലായിരുന്നു ആ പ്രതികരണം. അതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് തന്നെ സന്നദ്ധ പ്രവർത്തകർ പ്രാഥമികമായി കുട്ടിയോട് സംസാരിച്ചു. അതിൽ നിന്നും ഈ വളരെ ഞെട്ടിക്കുന്ന, വളരെ വ്യാപ്തിയുള്ള ഒരു സംഭവത്തിൻ്റെ പ്രാഥമിക വിവരങ്ങൾ വെളിവായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സന്നദ്ധ സംഘടനയുടെ ഈ പ്രവർത്തകർ CWCയെ സമീപിക്കുകയും കുട്ടിയെയും അമ്മയും CWCയുടെ നേതൃത്വത്തിൽ ഒരു കൗൺസിലിങ്ങിനായി 2 ദിവസത്തേക്ക് അവരുടെ ഒരു സെൻറ്ററിലേക്ക് മാറ്റുകയുണ്ടായി. ആ സെൻറ്ററിൽ വെച്ചാണ് കൂടുതൽ വിവരങ്ങൾ ഈ പെൺകുട്ടി വെളിപ്പെടുത്തുന്നത്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി പെൺകുട്ടിക്ക് യാതൊരുവിധ മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത തരത്തിലായിരുന്നു ഈ വിവരങ്ങളൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 61 പേരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയത്. അതിൽ 5 പേരുടെ അറസ്റ്റാണ് ഇന്നലെ തന്നെ, കസ്റ്റഡിയാണ് ഇന്നലെ തന്നെ പോലീസ് ഉറപ്പുവരുത്തിയത്. അതിനുശേഷം ഇന്ന് വീണ്ടും 10 പേരെ കൂടി കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. ഏതായാലും CWCയുടെയും അതോടൊപ്പം ആ സന്നദ്ധ സംഘടനയുടെയും ഒക്കെ തന്നെ ഇടപെടലിൻ്റെ ഫലമായി ഇത്ര വലിയൊരു കുറ്റകൃത്യം പുറത്തു വരുന്നതിന് കാരണമായി. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടിക്കെതിരെ ഈ പ്രതികൾ നടത്തി എന്നുള്ളതാണ്. അതിൽ വളരെ ഗുരുതരമായ ഒരു കാര്യമുള്ളത്, ഈ കായിക പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇത്. അപ്പോൾ ഒപ്പം പരിശീലിച്ചിരുന്നവരും അതോടൊപ്പം പരിശീലകരും ഈ കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന തരത്തിലുള്ള വാർത്തകളും വസ്തുതകളും പുറത്തു വന്നിരുന്നു. ഏതായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പുറത്തു വന്നത്. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ ഏതാണ്ട് 42ഓളം ആളുകളുടെ, പ്രതിപട്ടികയിലുള്ള 42ഓളം ആളുകളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ അച്ഛൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. ഈ ഫോൺ വഴി, അച്ഛൻ്റെ ഈ ഫോൺ വഴി ഈ പെൺകുട്ടി ഈ പ്രതികളുമായി സമ്പർക്കം പുലർത്തിയിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ മാതാപിതാക്കളെ കൂടി പ്രഥമ ദൃഷ്ടിയാൽ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാൽ ഈ കുട്ടിയുടെ ഈ വെളിപ്പെടുത്തലിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഈ കുട്ടിക്കൊപ്പം ധൈര്യം പകർന്ന് മുമ്പ് കൂടെ നിന്നത് അമ്മയാണെന്നും CWC പറയുന്നുണ്ട്. ഏതായാലും കുട്ടിക്ക് മാനസികമായി എല്ലാ തരത്തിലുള്ള സംരക്ഷണവും, അല്ലെങ്കിൽ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സമീപനങ്ങളായിരിക്കും CWC വരും ദിവസങ്ങളിൽ നടപ്പിലാക്കുക. കാര്യം, കായിക പരിശീലനം ഉൾപ്പെടെ നടത്തുന്ന കുട്ടിയാണ്. അതിൻ്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടക്കം വരാതെ ഇനി തുടർന്ന് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെയുള്ള കാര്യങ്ങൾ CWC നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും CWCയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ കുട്ടിക്ക് പരമാവധി സംരക്ഷണം ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളാണ് CWCയുടെ നേതൃത്വത്തിൽ ഉറപ്പുവരുന്നത്. അതോടൊപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്നും പരമാവധി പ്രതികളെ ലൊക്കേറ്റ് ചെയ്യാനും അവരുടെ കസ്റ്റഡി നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാനുമുള്ള കാര്യങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം പെൺകുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴി കൂടുതൽ വിശദമായി രേഖപ്പെടുത്താനുള്ള ഒരു നടപടിക്രമങ്ങളുമായിട്ട് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ കുടുംബശ്രീയുടെ സ്നേഹിത എന്ന് പറയുന്ന കൗൺസിലിംഗ് പോർട്ടൽ വഴി പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയിരുന്നു. അതോടൊപ്പം എല്ലാ തരത്തിലുള്ള പിന്തുണയും, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും പെൺകുട്ടിക്ക് ഉറപ്പാക്കണമെന്ന് ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി പോലീസിനോടും അതോടൊപ്പം CWCയോടും നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പെൺകുട്ടിക്ക് അനുകൂലമാക്കി, അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികളുടെ പേരുകൾ ഇനിയും വെളിപ്പെടുത്താനുണ്ടെങ്കിൽ അതിനും അനുകൂലമായൊരു സാഹചര്യം, അത് എല്ലാ തരത്തിലുള്ള മാനസിക പിന്തുണയും ഒരു ഐക്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കും ഈ കേസിൽ ഇനി CWCയുടെയും അതോടൊപ്പം പോലീസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവുക. നിഷാദ്, നന്ദുഷ, ഇപ്പോൾ ഇതിനകത്ത് പോലീസിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ എളുപ്പമാകും വിധത്തിലുള്ള വിവരങ്ങൾ പരമാവധി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന്, കുട്ടി താൻ പീഡിപ്പിക്കപ്പെട്ടത് ആരെല്ലാം വഴിയാണ് എന്ന കാര്യം പോലീസിനോട് CWCയോടും വ്യക്തമാക്കുന്നു. അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളുകളുടെ പേരും കോൺടാക്ട് നമ്പറുകളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ CWC വഴി പോലീസിന് കിട്ടുന്നു. അപ്പോൾ ഇതുകൊണ്ട് അന്വേഷണം സങ്കീർണമാകാതെ പരമാവധി പേരിലേക്ക് വേഗത്തിൽ പോലീസിനെത്താൻ കഴിയും എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നിഷ, ഇതിനകത്ത് ഒരു വെളിപ്പെടുത്തൽ എന്ന് പെൺകുട്ടി പറയുമ്പോൾ അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് തന്നെ ദുരുപയോഗം ചെയ്തവരുടെ പേരുവിവരങ്ങളുടെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പെൺകുട്ടി CWCയോട് വെളിപ്പെടുത്തൽ നടത്തിയത്. അത് ഒരുപക്ഷെ അന്വേഷണ സംഘത്തിനും ഏറെ ഗുണം ചെയ്തു എന്ന് പറയാം. SP-യുടെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട DYSP അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള നടപടി ക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ പേരുവിവരങ്ങളും കാര്യങ്ങളും അവരുടെ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
വിവരങ്ങളൊക്കെ തന്നെ പോലീസിൻ്റെ പക്കലുള്ളതിനാൽ ഈ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ അത് വളരെ എളുപ്പത്തിൽ സാധ്യമാകും തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ തെളിവെടുപ്പ് പോലുള്ള കാര്യങ്ങളിനകത്ത് സങ്കീർണതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ഈ പീഡിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പലതും ജില്ലയ്ക്ക് പുറത്താണ്. തിരുവനന്തപുരത്ത് വെച്ച് പോലും പെൺകുട്ടി പീഡനത്തിനിരയായതായി വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട്. അതോടൊപ്പം പല സ്റ്റേഷനുകളിലായിട്ടാണ് പ്രതികളുടെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെയെല്ലാം എത്തി പ്രതികളെ ലൊക്കേറ്റ് ചെയ്ത് അവരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം വിശദമായ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പെൺകുട്ടിയുടെ അച്ഛൻ്റെ മൊഴി രേഖപ്പെടുത്തണം, അമ്മയുടെ മൊഴി രേഖപ്പെടുത്തണം. അതോടൊപ്പം ഈ പരിശീലകർ എന്ന് പറയുന്ന, അതായത് പ്രതിപട്ടികയിലുള്ള പരിശീലകരെ എല്ലാം തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഇന്നലെ 5 പേരും ഇന്ന് 10 പേരുമാണ് കസ്റ്റഡിയിലായിട്ടുള്ളതെന്നാണ് വ്യക്തമാക്കുന്നത്. ഇന്നത്തോടെ തന്നെ പരമാവധി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കേസിൻ്റെ ഒരു മുന്നോട്ട് പോക്കിന് പരമാവധി പിന്തുണ ഉറപ്പാക്കുന്ന തരത്തിലുള്ള സമീപനമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് സംശയം പറയാൻ സാധിക്കും. ഏതായാലും പെൺകുട്ടിയുടെ സുരക്ഷയും അതോടൊപ്പം പെൺകുട്ടിയുടെ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യവും ഒക്കെ തന്നെ മുൻനിർത്തിയുള്ള സമീപനങ്ങളായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മുന്നോട്ടുണ്ടാകുക. ഇതിൽ ഈ കൂടെ പരിശീലനം നടത്തിയ കുട്ടികളുണ്ടെന്ന് പറയുന്നു. ആ കുട്ടികളുടെ പ്രായം കൂടി പരിഗണിക്കേണ്ടതായിട്ട് വരും. ചിലരൊക്കെ 18 വയസ്സിന് താഴെയാണെന്നും ഉള്ള ഒരു പ്രാഥമിക സൂചന ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് ഈ നടപടിക്രമങ്ങൾ പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതോടൊപ്പം പരിശീലകരുണ്ട്, അച്ഛൻ്റെ സുഹൃത്തുക്കളും വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരുമുണ്ട്. അവരെയൊക്കെ ഒരുമിച്ച് പോയി കസ്റ്റഡിയിലെടുക്കുന്ന ഒരു പക്ഷേ ഈ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തു വരാനുള്ള ഒരു സാധ്യത പുറത്താക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ ഒഴിവാക്കി ഓരോരുത്തരെയായി കസ്റ്റഡിയിലെടുക്കുന്ന, അല്ലെങ്കിൽ വീടിൻ്റെ സമീപത്തുള്ള ആളുകൾ പ്രതിപട്ടികയിലുണ്ടെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു രീതി മാറ്റി അവരെല്ലാം തന്ത്രപരമായി മറ്റൊരു രീതിയിലേക്ക് കസ്റ്റഡിയിലെടുക്കുന്ന തരത്തിലൊക്കെ ആയിരിക്കും പോലീസ് ഇനി ആലോചിക്കുക. ഏതായാലും കുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും പോലീസും CWCയും ഈ തരത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിഷാദ്. നന്ദുഷ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ 62 പേരാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് CWC ചെയർമാനോട് തുറന്നു പറഞ്ഞ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് അതിവേഗത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 5 പേർ ഇതിനകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. 10 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അവരുടെ അറസ്റ്റ് ഒരുപക്ഷെ വേഗത്തിൽ രേഖപ്പെടുത്തിയേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാജിദ് അജ്മൽ കൂടിയും എന്നോടൊപ്പം ചേരുന്നു. സാജിദ്, ഈ കേസിന് ഈ 62 പേർ ഇതിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായി എന്ന് കണ്ടെത്തുന്നതിൽ പരിശീലകരും സുഹൃത്തുക്കളും അടക്കമുള്ള ആളുകളുണ്ട്. പോലീസ് ഇതിൽ എന്താണ്, ഈ കുട്ടിയെ പീഡിപ്പിച്ചവരുടെ സംഘത്തിലുള്ള ആളുകളിലേക്കുള്ള അന്വേഷണം പോകുമ്പോൾ ഇതൊരു ഒരു വലിയ സ്ഫോടനാത്മകമായ കേസാവാനുള്ള സാധ്യത എന്തുമാത്രമാണ്? പോലീസ് എന്താണ് അക്കാര്യത്തിൽ പറയുന്നത്? നിഷാദ്, ഇതിൽ ഈ കൂട്ടബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഗൗരവകരമായ ഒരു കാര്യം. ആ ആളുകളെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ പല സമയങ്ങളായി, അതായത് ട്രെയിൻ യാത്രയിൽ പോലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. അത് സ്വാഭാവികമായും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഒരു ട്രെയിൻ യാത്രയിൽ അതും ഈ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ടുള്ള പീഡനം മാത്രമല്ല, ഒരു ബലാത്സംഗത്തിന്റെ സ്വഭാവത്തിലുള്ള പീഡനം ട്രെയിനിന്റെ ബാത്റൂമിൽ വെച്ച് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ സ്ഫോടനാത്മകമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പെൺകുട്ടിയെ ഒരു 3.5 വർഷത്തോളം ഈ രീതിയിൽ തുടർച്ചയായി പലരാൽ പീഡിപ്പിക്കപ്പെടുന്നു. അതിൽ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി പരമാവധി ആളുകളെ പിടികൂടുക എന്നുള്ളതിൽ തന്നെയാണ്. അതിൽ ഈ പെൺകുട്ടിയുടെ ഏതാണ്ട് സമപ്രായക്കാരായ പല ആളുകളെയുമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനിയും ഈ നാട്ടുകാരായ ആളുകളും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ പരിശീലിപ്പിച്ചിരുന്ന അധ്യാപകരടക്കമുള്ള ആളുകളെയാണ് ഇനി പിടികൂടാനുള്ളത്. അത്തരം കാര്യങ്ങളിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. നിഷാദ്. ശരി. സാജിദ് അജ്മലും നന്ദുഷയുമാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ പീഡന പരാതിയിൽ പോലീസ് അതിവേഗത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ 5 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ അറസ്റ്റിലുള്ളത്. 10 പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയേക്കും. അവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്.